വ്യത്യസ്തമായ ഒരു ആഘോഷത്തിനാണ് തൃശൂർ പുത്തൻപീടിക നിവാസികൾ സാക്ഷ്യം വഹിച്ചത്. ആഘോഷത്തിനെത്തിയവർ പലരും വന്നത് ആംബുലൻസിൽ. നിരത്തിയിട്ട കട്ടിലുകളിൽ കിടന്നും വീൽചെയറിലിരുന്നും അവർ ജീവിതത്തിൽ അപൂർവമായി കിട്ടുന്ന ആ ദിനം ആഘോഷിച്ചു. സാമൂഹ്യ സേവനം നടത്തുന്ന കാരുണ്യ എന്ന കൂട്ടായ്മയുടെ രോഗീ ബന്ധു സംഗമമാണ് വേറിട്ട കാഴ്ചയായത്. ജീവിച്ചു തീരും മുൻപേ വിധിയുടെ നീരാളിപ്പിടിയിൽ അകപ്പെട്ടവർ, ക്യാൻസർ ബാധിച്ചും സ്ട്രോക്ക് ബാധിച്ചും അപകടത്തിൽ നട്ടെല്ലിന് പരിക്കേറ്റും അങ്ങനെ 4 ചുവരുകൾക്കുള്ളിൽ ജീവിതം ഒതുങ്ങിപ്പോയവർ. വർഷത്തിൽ ഒരു ദിവസം ഒത്തുകൂടണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു. അന്ന് അതിരുകളില്ലാതെ ആനന്ദിക്കണം, പാട്ടുകൾ പാടണം, ഒരുമിച്ച് സദ്യ ഉണ്ണണം. ഉറ്റവരും ഉടയവരുമായി 52 കിടപ്പുരോഗികൾ ആഘോഷത്തിനെത്തി. പലരും എത്തിയത് ആംബുലൻസിൽ. താങ്ങിയെടുത്തും വീൽചെയറിലിരുത്തിയും ഓരോരുത്തരെയും സംഗമം നടക്കുന്ന ഹാളിലെത്തിച്ചു. തീരെ അവശരായ 12 പേർക്ക് കട്ടിലും കിടക്കയും ഒരുക്കി. 16 പേർക്ക് വീൽചെയർ. ബാക്കിയുള്ളവർ ബന്ധുക്കൾക്കൊപ്പം ഇരുന്നു. സമൂഹ നന്മയ്ക്കായി സൗജന്യ സേവനം നടത്തുന്ന ജനകീയ കൂട്ടായ്മയായ പുത്തൻപീടിക കാരുണ്യയുടെ രോഗീ ബന്ധു സംഗമമാണ് വേറിട്ട കാഴ്ചയായത്. ആസ്വദിക്കാൻ സാക്സോഫോണും നാടൻ പാട്ടും കുട്ടികളുടെ ഡാൻസുമായപ്പോൾ കിടന്നിരുന്ന പലരും എഴുന്നേറ്റിരുന്ന് താളം പിടിച്ചു. കാരുണ്യ സെക്രട്ടറി ശ്രീമുരുകൻ അന്തിക്കാട്, പ്രസിഡന്റ് പാപ്പച്ചൻ ആന്റണി, പാലിയേറ്റീവ് കെയർ കൺവീനർ രാജീവൻ KG, ഡോക്ടർ അനിത റാം, ഡോക്ടർ ദേവി അർജുനൻ തുടങ്ങിയവർ പങ്കെടുത്തു. കാരുണ്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി വർഷം തോറും നടത്തിവരുന്ന പരിപാടിയാണ് സ്നേഹസ്പർശം. ഈ പ്രദേശത്തുള്ള കിടപ്പ് രോഗികളെ വർഷത്തിലൊരിക്കലെങ്കിലും അവരൊരു പൊതുവേദിയിൽ എത്തിച്ച് അവർക്ക് സന്തോഷവും സുഖവും സമാധാനവും നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കിടപ്പ് രോഗികളുടെയും അവരുടെ കൂട്ടുകാരുടെയും കൂട്ടത്തിലിരിക്കുന്നവരുടെയൊക്കെ ഒരു കൂട്ടായ്മയായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ദിവസവും വീട്ടിൽ പോയിട്ട് കാണുന്ന പോലെയല്ല. അവർക്ക് മനസ്സിൽ ഭയങ്കര സന്തോഷമാണ്. എല്ലാം പുറത്തേക്ക് വന്നതിൻ്റെയും ആൾക്കാരെ കണ്ടതിൻ്റെയും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെയും ഒക്കെ. സാമൂഹ്യ സേവനം നടത്തി നാടിന് മാതൃകയാകുന്ന കാരുണ്യയ്ക്ക് ആംബുലൻസ് നൽകുമെന്ന വേദിയിലെത്തിയ CC മുകുന്ദൻ MLA ഉറപ്പു നൽകി. ഉച്ചയ്ക്ക് പായസമടക്കം നല്ലൊരു സദ്യയും കൈനിറയെ സമ്മാനങ്ങളുമായാണ് എല്ലാവരും തിരികെ വീട്ടിലേക്ക് മടങ്ങിയത്. അമൃത ന്യൂസ്, തൃശൂർ.